എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Eight of Wands, Four of Cups, Six of Wands, Five of Swords, Four of Swords, and Two of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ആത്മവിശ്വാസം കുറച്ച് കുറവുള്ളൊരു സമയമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഹതാശരാകുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നിരാശരാകുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വിട്ട് കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ശ്രമിച്ചിട്ട് നടന്നില്ല എങ്കിൽ ഇനി അത് നടക്കില്ല എന്ന് ചോദിച്ചു പിന്നെ അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാത്തൊരു എനർജിയാണ്. അത് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും കോഴ്സ്, എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ഇനി അതൊരിക്കലും ട്രൈ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താം. കാരണം പെട്ടെന്നൊരു ഡിസപ്പോയിൻറ്റഡ് ആവുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലാഴ്ത്തുന്ന സമയമായതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കേണ്ടുന്ന സാധ്യത വളരെ കൂടുതലാണ്. 8 of Wands ആൻഡ് 4 of Swords എനർജിയാണ്. അപ്പോൾ അതായത് ഫൈറ്റ് ചെയ്ത് തളർന്നിരിക്കുന്ന ഒരു എനർജി. നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും നേടാൻ, നടക്കാതെ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു ഡിസപ്പോയിൻറ്റഡ് സാഡ് മോഡിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില ആളുകൾ, ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ചിലപ്പോൾ ജോലിക്ക് ശ്രമിച്ചിട്ടായിരിക്കും മുന്നോട്ടേക്ക് നടക്കാതെ പോകുന്ന സിറ്റുവേഷനൊക്കെ. അപ്പോൾ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതാവാം. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും പൂർണ്ണമായിട്ട് ആലോചിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ ധൃതി പിടിച്ച് എടുക്കാൻ തോന്നും. അതായത് ഇനി ഇത് വേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ യെസ് ഓർ നോ പറയാനുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ധൃതി പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക. ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതായത് ഇപ്പോൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ്, സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ യെസ് ഓർ നോ പറയേണ്ട അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള പല തീരുമാനങ്ങളൊന്നും ഇപ്പോൾ എടുക്കാതിരിക്കുക. ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് കുറച്ചധികം ഈ പറഞ്ഞ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹീലിങ്ങിൻ്റെ ടൈമാണ്. സെൽഫ് കെയർ എടുക്കുക, ഹീലിംഗ് കാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ ബോഡി, മൈൻഡ്, സോൾ, അതായത് ശരീരത്തിനും മനസ്സിനും ഒക്കെ വേണ്ടുന്ന റെസ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങളും ധൃതിയിൽ സംഭവിക്കുന്നതല്ലാത്തത് കൊണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമായിട്ട് കാണുക. അതേപോലെ തന്നെ യാത്രകൾ പറ്റുന്നവരാണ് എങ്കിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. ഹീലിങ്ങിൻ്റെ സമയമാണ്. ഇപ്പോൾ സെൽഫ് കെയർ എടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏത് രീതിയിലാണെന്നുള്ളത്. ഒരു ബ്രീഫ് ഹോളിഡേ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. ഒരു ബ്രേക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ്, ഒന്ന് റിലാക്സ് ചെയ്യേണ്ട സമയമാണ്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോൾ ഷിഫ്റ്റ് ജോബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ അടുപ്പിച്ച് 2 ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള കഠിനാധ്വാനം എന്നുള്ളത് ഓവർ വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം സിറ്റുവേഷൻസ് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒരു റെസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ്. കാരണം മാനസികമായിട്ട് ഒത്തിരി നെഗറ്റീവ് ഫീലിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഓവർ ടൈം എടുക്കുക, 2 ഷിഫ്റ്റ് അടുപ്പിച്ചെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇപ്പോൾ ആവശ്യം റെസ്റ്റും റിലാക്സ് ആയിട്ടിരിക്കുക എന്നുള്ളതും കൂടിയിട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. പ്രത്യേകിച്ച് പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കുക. ദിവസവും ഒരു 1 മണിക്കൂറോ മറ്റോ നിങ്ങൾക്ക് കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരാണെങ്കിൽ ആ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് സമയം എന്ന് പറയുന്നത് വീട്ടിലെ പണി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടാതെ ഒരു 1 അവർ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം, ഇപ്പോൾ പടം വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു ചിത്രരചനയാണെങ്കിൽ അതല്ലെങ്കിൽ
എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 4 ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് സോർട്സ് എനർജിയാണ്. നല്ല കോമ്പറ്റീഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുന്നുണ്ട്. കാരണം ഇവിടെ വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം ലഭിക്കുന്നത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ നെഗറ്റീവ് ഫീലിങ്ങിലേക്ക് പോകാതിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് സ്ട്രാറ്റജിക്കായിട്ട് എവിടെ എങ്ങനെ ഓവറായിട്ട് അമിതമായിട്ടുള്ള അധ്വാനത്തെക്കാൾ കൂടുതൽ ഈ ഒരു സമയം കാണിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള സ്മാർട്ട് വർക്കാണ്. അപ്പോൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച്, കാരണം കോമ്പറ്റീഷനുള്ള ഒരു സമയമാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടാവും, മറ്റുള്ളവരും ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ എന്നതിനേക്കാൾ വ്യത്യസ്തതയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ജോലിയിലാണെങ്കിലും കരിയറിലും അതേപോലെ ബിസിനസ്സിലും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിലായിരിക്കാം മറ്റുള്ളവർ ചെയ്യുന്നത്. പക്ഷെ അവരിൽ നിന്ന് നിങ്ങൾക്കുള്ള വ്യത്യസ്തത എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ, ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാനൊക്കെ ശ്രമിച്ചാൽ ഈ ഒരു മാസം അങ്ങനെ ഒരു ചിന്തയാണ് നിങ്ങളെ ജീവിതത്തിൽ വിജയം നേടാൻ സഹായിക്കുന്നത്. അപ്പോൾ ജോലിയായാലും ബിസിനസ്സിലായാലും ഒക്കെ ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 6 ഓഫ് ഫോൺസ് ആൻഡ് 4 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻ, 4 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സമയത്ത് ഒത്തിരി കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പേരും പ്രശസ്തിയിലേക്ക് എത്താനുള്ള ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ക്രിയേറ്റീവ് സൈഡ്, അതായത് കലാപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല, നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടെന്നുള്ളൊരു ചിന്തയില്ല, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ തിരിച്ചറിയുകയും അതിലൂടെ പേരും പ്രശസ്തി എന്നുള്ളത് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കാണിക്കുന്നുണ്ട്. സക്സസ് ജീവിതത്തിൽ വിജയ സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. കാരണം ഈ സമയം നിങ്ങൾ അമിതമായിട്ട് കിടന്ന് ഓടുന്നൊരു സമയമല്ല, റെസ്റ്റ് എടുക്കേണ്ടുന്നൊരു സമയമാണ്. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു, മുന്നോട്ടേക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നു, ഇതൊക്കെ സാധ്യമാകുന്നുണ്ട്. പൊതുവേ നമ്മുടെ കംഫർട്ട് സോണിൽ ഒരു കാര്യം, ഇപ്പോൾ ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ ഒരു ജോലിയിൽ നിന്ന് പണ്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് അതേ ജോലിയിൽ തന്നെ അതിൽ നിന്ന് തന്നെ റിട്ടയർ ആവുന്ന ഒരു എനർജിയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതായത് നമ്മൾ 2 years ഒക്കെ കഴിയുമ്പോൾ നെക്സ്റ്റ് ജോബിലേക്ക് പോവുക. കാരണം ആ ഒരു ജോബിൽ അല്ലെങ്കിൽ പ്രമോഷനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം ഇല്ല എങ്കിൽ നമ്മൾ പുതിയൊരു ജോബിലേക്ക് പോവുക എന്നുള്ള ഒരു ഇതാണ്. കാരണം അല്ലാത്ത പക്ഷം അവിടെ ഒരു ഗ്രോത്ത് കാണിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ട് ഒരിടത്ത് നിൽക്കുന്നത് ഒരിക്കലും സക്സസ്സിലേക്ക് കൊണ്ടുപോകാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ മാറ്റങ്ങളുടെ ഒരു സമയം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ചിന്തിക്കുന്ന സമയമാണ്. ഇപ്പോൾ ജോലിയിലാണെങ്കിലും ഒരു 4 years സെയിം ജോബിലാണ്, പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പുതിയ ജോലിയിലേക്ക് പോകേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. 2 of wands എനർജി ആൻഡ് 4 of cups എനർജിയാണ്. നിങ്ങൾ വെറുതെ ഇരുന്നത് കൊണ്ട് ആരും ഒന്നും കയ്യിൽ കൊണ്ട് തരില്ല. സോ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാം. ചോയ്സ് ആണ്, കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാതെ പുതിയ അഡ്വഞ്ചർ സോണിലേക്ക് കടക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഡ്രീംസ് എന്താണ് അത് മനസ്സിലാക്കിയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു മാസം കൂടിയിട്ടാണ്. അപ്പോൾ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് പോകണം, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന സമയമാണ്. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ചില ആളുകൾ ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ഓൺട്രപ്രനോറിയൽ എനർജിയാണ്, നിങ്ങളൊരു നാച്ചുറൽ ബോൺ ലീഡറാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. പുതിയ ഐഡിയാസ്, അൾട്രാ സക്സസ്ഫുൾ ആകാനുള്ള ഐഡിയാസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഇപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളിപ്പോൾ കുട്ടികളുടെ നിങ്ങൾ എക്സോസ്റ്റഡ് ആണ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തി കുട്ടികൾ വളരെ ആക്റ്റീവായിരിക്കും. നിങ്ങൾ ഒത്തിരി എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളെ കെയർ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള പ്രത്യേകിച്ച് അമ്മമാരാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കെയർ, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫിസിക്കൽ ആരോഗ്യം, ശാരീരികവും മാനസികമായിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് എടുത്തു പറയുന്നു.
പിന്നെ ഈ പറയുന്ന പല അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടാതെ നോക്കുക. പുതിയ ഐഡിയാസ് വരുന്നത് പ്രാവർത്തികമാക്കുക. നോക്കിയിരിക്കേണ്ട സമയമല്ല, ആക്ഷൻ എടുക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ. അതേസമയം തന്നെ വേണ്ടത്ര റെസ്റ്റും എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.